ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഭാര്യ നിർമ്മല സങ്കടപ്പെട്ടുകൊണ്ട് തൻ്റെ മകൾ എവിടെ പോയതാണെന്നുള്ള ആശങ്കയോടെ മഹേന്ദ്രനോട് സംസാരിക്കുമ്പോൾ മകളെ അന്വേഷിച്ച് മഹേന്ദ്രൻ പറഞ്ഞനുസരിച്ച് എല്ലായിടത്തും പോയ ആളുകളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി സ്വാമി വീട്ടിൽ വന്ന് മഹേന്ദ്രനോട് കാര്യങ്ങൾ ഇതുവരെയായിട്ടും അവരെവിടെയാണ് പോയതെന്നോ അവരെ കണ്ടെത്താനോ നമ്മുടെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നും ഈ സിറ്റി മുഴുവൻ നമ്മുടെ ആളുകൾ ഉണ്ട് എന്നും സ്വാമി അറിയിക്കുമ്പോൾ എല്ലാം കേട്ടതിന് ശേഷം ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നിർമ്മലയോട് ദേഷ്യത്തോടെ മഹേന്ദ്രൻ പറയുന്നത്, നീ വളർത്തിയ 2 മക്കളും പരുന്തുംകാലെ പോയല്ലോ എന്നതായിരുന്നു. അങ്ങനെ കേട്ട ഉടനെ നിർമ്മല മഹേന്ദ്രനോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ മക്കളെക്കുറിച്ച്, എൻ്റെ ജീവിച്ചിരിക്കുന്ന മക്കളെക്കുറിച്ച് നിങ്ങൾ മോശമായി സംസാരിക്കരുതെന്നും, മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം മഹിയേട്ടൻ്റെ ഒറ്റയൊരാളുടെ പിടിവാശിയും മറ്റുമാണ് എന്നും നിർമ്മല കുറ്റപ്പെടുത്തുകയാണ്. ഇത്രയും നാളും നിങ്ങൾ പിടിവാശിയോടെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത് കൊണ്ടല്ലേ മക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടായതെന്നായിരുന്നു നിർമ്മലയുടെ കുറ്റപ്പെടുത്തൽ. എല്ലാം കേട്ട് കഴിഞ്ഞതും മഹേന്ദ്രൻ കലിയോടെ നിർമ്മലയോട് പറഞ്ഞു, ഇനിയും നിന്റെ മകളുടെ തീരുമാനം ആ പുറമ്പോക്ക് ചെറുക്കനെ തന്നെ വിവാഹം കഴിക്കണമെന്നതാണെങ്കിൽ അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എവിടെ കണ്ടാലും രണ്ടിനെയും ഞാൻ തീർത്തു കളയും. അതാണ് എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അതിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന സ്വാമി പറഞ്ഞത്, ഇനിയും ഇങ്ങനെ നമ്മുടെ അന്വേഷണം തുടർന്നുകൊണ്ട് പോകുന്നത് ശരിയില്ല സാറേ. രാത്രി അവസാനിച്ചതുപോലെയല്ല പകൽ. പകൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊന്ന് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലതെന്നും, പോലീസിന്റെ സഹായം തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നും അറിയിച്ചപ്പോൾ എന്തായാലും അവരെ സഹായിക്കാനായിട്ട് മുൻപന്തിയിൽ ഉണ്ടാവുക കളക്ടർ തന്നെയാണ്. അതുകൊണ്ട് എവിടെയാണ് ചന്ദ്രയും അവനും ഉള്ളതെന്നുള്ള കാര്യം അവളോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ പോലീസിനോട് ഇക്കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോലീസിൽ നിന്നൊരു സഹായം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം പോലീസും ആ ശാലിനിയുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതല്ല നല്ലതെന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞത്, ഇക്കാര്യം നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒടുവിൽ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിന് സഹായം തേടിയില്ല എന്ന് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് നേരെ ഉണ്ടാവും സാറേ. ഇത് മറ്റുള്ളവർ അറിയുന്നുള്ള ആശങ്കയോടെ ഇക്കാര്യം പുറത്തു പറയാതിരിക്കുന്നത് ചിലപ്പോൾ ആപത്തായേക്കുമെന്നായിരുന്നു സ്വാമിയുടെ നിർദ്ദേശം. എന്തായാലും ഇതിന് കൂട്ടുനിൽക്കുന്നത് ഈ ഈ വീട്ടിൽ തന്നെ ജനിച്ച ഒരുവനായിരിക്കും, അല്ലാതെ മറ്റാരും ഇതിനൊപ്പം നിൽക്കില്ല. എന്തായാലും ഒരു കാര്യം നീ ഓർത്തോ നിർമ്മലേ, ഇതിന് ഒത്താശ നൽകുന്നത് നിന്റെ മകനാണെങ്കിൽ രണ്ടിനെയും ഞാൻ തീർക്കും. അങ്ങനെ 2 മക്കൾ എനിക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിർമ്മല പറയുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് കാരണക്കാരൻ മഹിയേട്ടൻ തന്നെയാണ്. മഹിയേട്ടൻ്റെ കൈ ദുഷ്ടമനസ്സോടെയുള്ള മഹിയേട്ടൻ്റെ ഈ പിടിവാശിയൊക്കെയാണ് ഇതിനെല്ലാം കാരണം. ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് അവരുടെ ഇഷ്ടം, ആഗ്രഹം അറിയിച്ചപ്പോൾ അതിന് അവരെ അനുകൂലിക്കാതെ അവരോട് എതിർക്കാനും വെല്ലുവിളിക്കാനും പോയതല്ലേ ഇതിനെല്ലാം കാരണമെന്നൊക്കെ നിർമ്മല കുറ്റപ്പെടുത്തുമ്പോൾ മഹേന്ദ്രൻ മറുപടി പറയാനായി ശ്രമിക്കുന്നത് കണ്ട് സ്വാമിയും രണ്ടുപേരുടെയും വാക്കുതർക്കത്തിനിടയിൽ നിന്ന് സ്വാമി പറഞ്ഞു, അതെ, ഇങ്ങനെ പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ല. എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം സാറേ. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അറിയിച്ചപ്പോൾ മഹേന്ദ്രൻ വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് ശാരദാമ്മയുടെ വീട്ടിൽ ജോലികൾ ചെയ്തുകൊണ്ട് ശാരികയും ശ്യാമയും ഇരിക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. ഓട്ടോയിൽ നിന്ന് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ശാരദാമ്മ അവിടേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ശ്യാമയും ശാരികയും സംശയത്തോടെ, അമ്മ എന്താ ഇപ്പോൾ ഇത്ര രാവിലെ എന്ന് സംശയപ്പെട്ട് അരികിലേക്ക് വന്ന് ശാരദാമ്മയുടെ കാര്യം അന്വേഷിച്ചു. ഒന്നും മിണ്ടാതെ ശാരദാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ സത്യാമ്മയുടെ വീട്ടിൽ രാവിലെ പുറത്തേക്ക് വന്ന ശാലിനി എന്തോ ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ ശാലിനിക്കുള്ള ചായയുമായിട്ട് പൊന്നി എവിടേക്ക് എത്തി. ശാലിനി ചായ വാങ്ങിച്ച് കുടിക്കുന്നതിനിടയിൽ പൊന്നിയോട് ചോദിച്ചു, അമ്മയ്ക്ക് ചായ കൊടുത്തോ? സത്യാമ്മയ്ക്ക് കൊടുത്തു. ശാരദാമ്മയ്ക്ക് ചായ കൊടുക്കാൻ ചെന്നപ്പോഴേക്കും ശാരദാമ്മ രാവിലെ തന്നെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങി. അത് കേട്ടതോടെ ശാലിനി ഒന്ന് ഞെട്ടി. അമ്മ വീട്ടിലേക്ക് പോയെന്നോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് ശാലിനി കുഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് എന്നോട് പറഞ്ഞത് എന്നറിയിച്ചു. ഉടനെ ശാലിനിക്കാകെ സംശയം. അമ്മ അങ്ങനെ എന്നോടൊന്നും പറയാതെ ഇത്ര പെട്ടെന്ന് പോയെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടല്ലോ. അല്ലെങ്കിൽ അമ്മ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല. എന്തായിരിക്കും എന്ന് ആലോചിച്ച് ശാലിനി പൊന്നിയോട് തന്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വരാനായിട്ട് അറിയിക്കുന്നു. ശാലിനിയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് പൊന്നി കയ്യിൽ കൊടുത്തതും ശാലിനി വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് രാമേട്ടനും
അനുവും കൂടി എത്തുകയാണ്. അനു വന്ന് വേഗം ശാലിനിയോട് പറഞ്ഞു, മേഡം ഇന്ന് ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്, ഉടനെ തന്നെ റവന്യൂ മന്ത്രി കളക്ട്രേറ്റിലെത്തും, മേഡം എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ടെന്ന് അറിയിച്ചപ്പോൾ അത് കേട്ട ശാലിനി ഒന്ന് ഞെട്ടി. റവന്യൂ മന്ത്രിയോ? കളക്ട്രേറ്റിലേക്ക് റവന്യൂ മന്ത്രി വരുന്നുണ്ടെങ്കിൽ അവരെ മന്ത്രി ഇവിടേക്ക് വിളിപ്പിച്ചത് ആളുകൾ അത്ര നിസ്സാരക്കാരല്ലല്ലോ എന്നതായിരുന്നു ശാലിനിയുടെ ആലോചന. എന്തായാലും കൃത്യ സമയത്തിന് മന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ എത്തിയേക്കാം, ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് ആലോചിച്ച് ശാലിനി പോകാമെന്ന് അനു വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാറ് മുറ്റത്തേക്ക് വന്നു നിന്നത്. ഇതാരാണെന്നുള്ള സംശയത്തിൽ ശാലിനി നോക്കി നിൽക്കുമ്പോഴേക്കും മഹേന്ദ്രനാണ് അവിടേക്ക് വന്നെത്തിയത്. മഹേന്ദ്രൻ വന്നിറങ്ങിയതും ശാലിനി ഇതാരാണെന്നുള്ള രീതിയിൽ സംശയപ്പെട്ട് നോക്കുമ്പോൾ മഹേന്ദ്രൻ അതിലേക്ക് ചോദിച്ചു, അല്ല ഇതാരാ ഈ ശാലിനി, കളക്ടർ ശാലിനി എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, ഞാനാ ശാലിനി, എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മഹേന്ദ്രൻ, മാണിക്കോത്ത് മഹേന്ദ്രൻ. അത് കേട്ടതും ശാലിനിക്ക് ആളെ മനസ്സിലായി. അതെ, ഞാനിവിടേക്ക് വന്നതേ എന്തിനാണെന്ന് പറയാം. ഈ കളക്ടർ എന്ന് പറയുന്നതേ ജില്ലയിലെ ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഭരണാധികാരിയാണ്. എന്നാലേ ഈ പോലീസിനൊക്കെ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകി പോലീസുകാരെ അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യേണ്ട ആള് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, അല്ല ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അപ്പോഴാണ് ശാലിനിയോട് മഹേന്ദ്രൻ പറഞ്ഞത്, അതെ ഞാനിവിടെ വന്നതൊക്കെ പറയുന്നതിന്റെ കാരണം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൃത്യമായി ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. അതെ, എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ മോൾ ചന്ദ്ര എവിടെ? അവളെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പറഞ്ഞയച്ചു, അതാ നല്ലത് എന്നറിയിച്ചപ്പോൾ ഇത് കേട്ടതോടെ മഹേന്ദ്രനോട് ശാലിനി പറഞ്ഞു, അല്ല നിങ്ങളുടെ മകളോ എന്നിങ്ങനെ ശാലിനി സംശയപ്പെട്ട് നോക്കുമ്പോഴേക്കും അകത്ത് നിന്ന് സത്യാമ്മ വാതിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അതെ നിങ്ങളുടെ മകൾ ഇവിടെയാണോ എന്ന് അന്വേഷിക്കേണ്ടത്? അവളെവിടെയാണെന്ന് നിങ്ങളല്ലേ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അവള് നിങ്ങൾക്കറിയാവുന്നിടത്തല്ലേ അവള് കാണുക എന്ന് സത്യാമ്മ ദേഷ്യപ്പെടുമ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, അതെ നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി പറയുമ്പോഴേ അതിന് വ്യക്തമായ മറുപടി ഞാനും നൽകണല്ലോ. ഞാനിവിടെ വന്ന് അന്വേഷിക്കാൻ കാരണമേ കഴിഞ്ഞ ദിവസം ഒരുത്തൻ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് എൻ്റെ വീട്ടുമുറ്റത്തെത്തിയിരുന്നു. അവനെ ഇവിടുത്തെ ഈ കളക്ടർ മേഡത്തിന്റെ മാനസപുത്രനാണ്. ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഈ കളക്ടർ മേഡത്തിന്റെ മാനസപുത്രൻ. അവന് അങ്ങനെ ഒരു പുറമ്പോക്കിൽ കിടക്കുന്ന ഒരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനൊന്നും എൻ്റെ മോളെ കിട്ടില്ല. അവന് ഇനി എത്ര വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് അവളെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നു, അതാ നല്ലത്. ഈ കളക്ടർ തന്നെയാണ് അതിനു വേണ്ട എല്ലാ ഒത്താശയും കൊടുത്തിരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, ഇതെന്താ ഭീഷണിയാണോ? ഭീഷണിയല്ല, ഒരച്ഛൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഞാനേ ഇവിടെ വന്നതൊക്കെ പറഞ്ഞതേ ഈ മഹേന്ദ്രന്റെ ഏറ്റവും നല്ല മര്യാദയുടെ സ്വരത്തിലാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ, ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എൻ്റെ ഈ മര്യാദയൊക്കെ ഏത് ലെവൽ വരെ ഉണ്ടാവുമെന്നതിന് എനിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് സത്യമ്മ പറഞ്ഞു, അതെ വീട്ടിൽ കയറി വന്ന് ഇത്ര അതിക്രമങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളോട്, ഇവിടെ കയറി വന്ന ആളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ടത് ഒരു മര്യാദയല്ല എന്നതുകൊണ്ട് തന്നെ ഞാനും ആ മര്യാദയാണ് ഇവിടെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും ഇത് തുടർന്നാൽ എൻ്റെ ആ മര്യാദ എങ്ങനെ ഞാൻ മറക്കും എന്ന് സത്യാമ്മ പറയുമ്പോഴേക്കും ഉടനെ വാതുക്കലേക്ക് ശിവൻ വന്നെത്തി. ശിവനെ കണ്ടതും അപ്പോഴേക്കും മഹേന്ദ്രനാകെ കലി കയറുകയും ചെയ്തു. മഹേന്ദ്രൻ പറഞ്ഞു, അതെ സ്വന്തം പെങ്ങള് വിവാഹം മുടക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നവരുടെ ശത്രുപക്ഷത്തിൽ കയറി നിൽക്കുകയല്ലേ മകനായിട്ടുള്ള ഒരുത്തൻ പോലും. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂട്ടായൊരാക്രമണം തനിക്ക് നേരെ നടത്താമല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അരികിലേക്ക് വന്ന ശിവൻ പറഞ്ഞു, അതെ മക്കൾക്ക് ജന്മം നൽകിയാൽ മാത്രം പോരാ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു, അതെ നീ എന്നെ ഇഷ്ടങ്ങളെ കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ ഒരു കാര്യം, അങ്ങനെ ഏതെങ്കിലും ഒരു പുറമ്പോക്കിൽ കിടക്കുന്ന ഒരുത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനല്ല ഞാൻ എൻ്റെ മകളെ ഇത്രയും നാളും വളർത്തിക്കൊണ്ട് വന്നത് എന്ന് മഹേന്ദ്രൻ വെല്ലുവിളിച്ചുകൊണ്ട് ശിവനോട് അറിയിച്ചു. പിന്നെ നിനക്ക് ഞാനൊരു ഒരു മുന്നറിയിപ്പ് തരാം. നിനക്ക് ഞാനൊരു 10 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ ചന്ദ്ര വീട്ടിലുണ്ടാവണം. ചന്ദ്രയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മറ്റെവിടെയെങ്കിലും അവരെ രണ്ടുപേരെ എൻ്റെ ആളുകൾ കണ്ടെത്തിയാൽ പിന്നെ രണ്ടിനെയും ജീവൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അതെ നിങ്ങളീ വന്ന് വെല്ലുവിളി ഉയർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒരു കളക്ടറുടെ മുന്നിൽ വെച്ചാണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തും നിയമ നടപടികളും എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ എന്ന് ശാലിനി മഹേന്ദ്രൻ പറഞ്ഞു. അതെ ഞാൻ ഈ പറഞ്ഞതിനെ ഒരു പിൻവാങ്ങലില്ല, ഇതിനൊരു ചിന്തയും ഈ മഹേന്ദ്രനില്ല. കാരണം ഈ മഹേന്ദ്രന് ഒറ്റ ഒരു അച്ഛനേ ഉള്ളൂ എന്ന് മഹേന്ദ്രൻ അറിയിച്ച്
അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് ഇതൊരു കുടുംബമായി ഒരു കുടുംബമാണ്. ഇവിടെ കുട്ടികളും പലരും സ്ത്രീകളും ഒക്കെ ഉള്ളതാണ്. ഇവിടെ വന്നിങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞാലേ അതിനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന് സത്യാമ്മ പറയുമ്പോൾ ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു, എന്നോട് സ്വന്തം അച്ഛനോട് തട്ടിക്കയറിയിട്ടും അവന് യാതൊരു മറുപടിയുമില്ലാതെ തല കുനിച്ച് നിൽക്കുന്നത് എന്ന് ശിവനെ നോക്കിയിട്ട് മഹേന്ദ്രൻ അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ രാഘവൻ നായർ വാതിക്കലേക്ക് എത്തി. നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് അരികിലേക്ക് വന്നതും രാഘവൻ നായരെ കണ്ട് ഉടനെ എല്ലാവരും ആകെ ഞെട്ടിലോടെ നോക്കുമ്പോൾ മഹേന്ദ്രൻ്റെ കോളറിന് വന്ന് പിടിച്ചുകൊണ്ട് രാഘവൻ നായർ ചോദിച്ചു, ആരാടാ എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിനെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ആരാടാ? അവനെ വെറുതെ വിടില്ല ഞാൻ എന്ന് പറഞ്ഞ് വേഗം തന്നെ രാഘവൻ നായർ മഹേന്ദ്രൻ്റെ കോളറിന് പിടിച്ചു. ഉടനെ മഹേന്ദ്രൻ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും രാഘവൻ നായരെ എല്ലാവരും ചേർന്ന് രൂപത്തിൽ പിടിച്ചു മാറ്റുകയാണ്. മഹേന്ദ്രൻ അപ്പോഴേക്കും ശിവനെ നോക്കിയിട്ട് ചോദിച്ചു, എടാ, നിന്റെ മുന്നിൽ വെച്ചാണ് മറ്റൊരാൾ എൻ്റെ കോളറിന് കയറി പിടിച്ചത്. എന്നിട്ടും നിനക്കിപ്പോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും നീ ഇപ്പോ എൻ്റെ മകനല്ലല്ലോ, എനിക്ക് വേണ്ടിയല്ലല്ലോ നീ ഇപ്പൊ ജീവിക്കുന്നതും എന്നെ അനുസരിക്കുന്ന ഒരു മകനും അല്ലല്ലോ നീ. അതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാഘവൻ നായർ വീണ്ടും മഹേന്ദ്രനെ കയറി പിടിക്കുകയാണ്. നീ എന്താടാ പറഞ്ഞത്? എൻ്റെ മോനെ ഭീഷണിപ്പെടുത്തുന്നോടാ എന്ന് ചോദിച്ച് ഉടനെ രാഘവൻ നായർ മഹേന്ദ്രന്റെ കഴുത്തിന് പിടിക്കുമ്പോഴേക്കും മഹേന്ദ്രൻ വേഗം കുതിരി രാഘവൻ നായരെ വെറും പൂച്ചയെ തള്ളിയിരുന്നത് പോലെ തള്ളിയിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ രാഘവൻ നായർ അവിടെയുള്ള സ്റ്റിക്കിൽ കാല് തട്ടി രാഘവൻ നായർ നിലത്തേക്ക് വീണു. ഇത് കണ്ടുനിന്ന എല്ലാവരും അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയും രാഘവൻ നായർ വീഴുന്നത് കണ്ട് രാഘവേട്ട എന്ന് വിളിച്ച് സത്യാമ്മയും പൊന്നിയും ഒക്കെ അരികിലേക്ക് ഓടിയെത്തി അദ്ദേഹത്തെ പിടിച്ചു ഉയർത്താൻ നോക്കുമ്പോൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് രാഘവൻ നായരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശിവൻ. തന്നെ മറ്റൊരാൾ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയൊന്നും ചെയ്യാതെ നിന്ന ശിവൻ ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാതെ ഒരാൾക്ക് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ സ്നേഹത്തോടെ അയാളെ അച്ഛ എന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കണ്ട മഹേന്ദ്രന് അത് സഹിക്കാനാകാതെ മഹേന്ദ്രൻ വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ രാഘവൻ നായർ ശിവനെ പിടിച്ച് അങ്ങനെ കിടക്കുന്ന നേരത്ത് വേഗം പൊന്നിയോട് വെള്ളം എടുത്തുകൊണ്ട് വരാനായി ശാലിനിയും സത്യാമ്മയും ഒക്കെ ബഹളം വെച്ചു. പൊന്നി വെള്ളവുമായി വന്നതും ശിവൻ വേഗം രാഘവൻ നായരുടെ മുഖത്തെ വെള്ളം തെളിച്ചു. കണ്ണു തുറന്നു നോക്കിയ രാഘവൻ നായർ, എടാ മോനെ അവൻ പോയോ, അയാൾ പോയോ എന്ന് ചോദിച്ചതും പോയേച്ചാ എന്നായിരുന്നു ശിവന്റെ മറുപടി. എൻ്റെ പൊന്നുമോനെ ആരെങ്കിലും വന്ന് ചീത്ത പറഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞതും, എടാ, അച്ഛൻ്റെ തലയ്ക്ക് വല്ലാതെ വേദന എടുക്കുന്നതാ, തല പൊട്ടിപ്പോകുന്ന പോലത്തെ വേദനയാടാ എന്ന് രാഘവൻ നായർ സങ്കടത്തോടെ കരഞ്ഞു. അത് കേട്ടതും സത്യാമ്മ പറഞ്ഞു, ശാലിനി പറഞ്ഞു, അച്ഛൻ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാം, ഇപ്പം തന്നെ പോകാം. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ശാലിനി തീരുമാനിച്ചപ്പോൾ അടുത്ത് നിന്ന് അനു വിളിച്ചു, അയ്യോ മേഡം, ഇന്ന് എമർജൻസി മീറ്റിംഗ് ഉണ്ടല്ലോ, മിനിസ്റ്റർ പങ്കെടുക്കുന്നതാണല്ലോ, ലേറ്റ് ആയാൽ അത് പ്രശ്നമാവില്ല മേഡം. അങ്ങനെ ഒരു ചോദ്യം കേട്ടതോടെ സത്യാമ്മ ദയനീയമായി ശാലിനി നോക്കിയപ്പോൾ സത്യാമ്മ പറഞ്ഞു, മോള് ഓഫീസിലേക്ക് പോയിക്കോ, എന്തായാലും ശിവനും പിള്ളയും കൂടി രാഘവേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. അത് കേട്ടതും ശാലിനി ആകെ നിരാശയോടെ രാഘവൻ നായരെ നോക്കുമ്പോൾ രാഘവൻ നായർ ശിവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് എൻ്റെ മോനുണ്ടല്ലോ, എൻ്റെ മോൻ എന്നെ കൊണ്ടുപോയാൽ മതി ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് ശിവന്റെ കെട്ടിപ്പിടിച്ച് അങ്ങനെ രാഘവൻ നായർ നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ശാലിനി ആകെ വേദനയോടെ നോക്കുന്നു. അപ്പോഴാണ് ശാരദാമ്മയെ ശ്യാമയും ശാരികയും കൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്താ അമ്മയുടെ ഉദ്ദേശം? അമ്മ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഓടി വരും, എന്നിട്ട് അങ്ങ് വിട്ടുപോകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചിട്ടാ അമ്മ ഈ ഓടുന്നത്? അമ്മയ്ക്കിപ്പോ കളക്ടർ മോള് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നും മിണ്ടാതെ തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് ആ പൊതി ഭദ്രമായി പിടിച്ചുകൊണ്ട് ശാരദാമ്മ വേഗം അകത്തേക്ക് കയറി. എന്നിട്ട് വേഗം തന്നെ തൻ്റെ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഇത് കണ്ട ശ്യാമയോട് ചോദിച്ചു, എന്താടി മോളെ, അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ, വല്ലാത്തൊരു മൗനമാണല്ലോ എന്ന് ചോദിച്ചപ്പം, വാ നമുക്ക് ചോദിക്കാം എന്താ തീരുമാനമെന്ന്, അതോ ഇനി ഇപ്പൊ തന്നെ ചിലപ്പോൾ വണ്ടി എടുത്ത് അങ്ങ് പോയാലോ എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ ചോദ്യങ്ങൾ ചോദിക്കാനായി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ശാരദാമ്മയുടെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ശ്യാമയ്ക്ക് സംശയം, അല്ല അമ്മ ഇതെന്താ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പിന്നെ ചോദിക്കാവഴി എന്ന് പറഞ്ഞ് ശ്യാമയും വിളിച്ചുകൊണ്ട് പോകുന്നു. മുറിയിലിരുന്ന ശാരദാമ്മ താൻ കൊണ്ടുവന്ന വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ തൻ്റെ കബോർഡിനുള്ളിൽ ആ കബോർഡിന്റെ വാതിൽ ലോക്ക് തുറന്നിട്ട് അതിനകത്തേക്ക് തുണികൾക്ക് ഇടയിലായിട്ട് വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം എടുത്ത് വയ്ക്കുകയാണ്.
അങ്ങനെ അതവിടെ ഭദ്രമായി വെച്ചിട്ട് ശാരദാമ്മ മനസ്സിൽ പറഞ്ഞു, മോനെ വിഷ്ണു, നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഒരിക്കലും ആരും കരുതിയതല്ല. പക്ഷേ മോനെ, നിന്റെ ചിതാഭസ്മം അത് ഇനി ശാലിനിയുടെ അരികിൽ വെച്ച് കഴിഞ്ഞാൽ, ശാലിനിക്കൊപ്പം ആ വീട്ടിലോ മുറിയിലോ ഉണ്ടായാൽ അത് എൻ്റെ മോളുടെ ജീവിതം തന്നെ തകർത്ത് കളയും. അവളുടെ സമനില തന്നെ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇത് ഭദ്രമായി ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവളെ ഇനി എല്ലാം പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. അവളുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. എൻ്റെ 2 പെൺകുട്ടികൾക്ക്, എൻ്റെ പപ്പിമോൾക്കും സത്യമോൾക്കും ഇനി എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. ആ മക്കൾക്ക് ജീവിതത്തിനും വേണ്ടി അവൾ ജീവനോടെയും മനഃശക്തിയോടെയും ഒപ്പമുണ്ടാകണം. അതിന് എൻ്റെ മോൾക്ക് അതിനു വേണ്ട ധൈര്യം പകർന്നു കൊടുക്കുക എന്ന വലിയൊരു കടമയാണ് ഇനി എനിക്കുള്ളത്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് അവളെ പുറത്ത് കൊണ്ടുവരണം എന്ന് ശാരദാമ്മ വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് വേദനയോടെ പറഞ്ഞു. അതിനുശേഷം പതിയെ പുറത്തേക്കിറങ്ങി വാതിൽ ലോക്ക് ചെയ്ത്, തൻ്റെ റൂമിന്റെ വാതിലും ലോക്ക് ചെയ്ത് കീയുമായി പോകുന്ന ശാരദാമ്മയെ അപ്പുറത്ത് മാറുന്ന ജനലിനടുത്ത് നിൽക്കുന്ന ശാരികയും ശ്യാമയും ശ്രദ്ധിച്ചു. അല്ല അമ്മ, ഇതെന്താ ഈ കാണിക്കുന്നത്? ഈ വാതിലൊക്കെ പൂട്ടിയിട്ടിട്ട് പോകുന്നത് എന്താ ചേച്ചി എന്ന് ശ്യാമ സംശയപ്പെട്ട് ശാരികയോട് ചോദിക്കുമ്പോൾ, ആർക്കറിയാം എന്താ കാണിക്കുന്നതെന്ന്. എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ്, ഇനി മകൾ എന്തെങ്കിലും കളക്ടർ മോൾ എന്തെങ്കിലും നിധി കൊടുത്തു വിട്ടിട്ടുണ്ടാവുമോ? അതായിരിക്കോ എടുത്തിങ്ങനെ വാതില് പൂട്ടിയിട്ടിട്ട് പോകുന്നത് എന്ന് ശ്യാമ സംശയപ്പെടുമ്പോൾ ശാരിക ചോദിച്ചു, ആകാം, അല്ലാതെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം, എന്താണെന്നുള്ള കാര്യം പുറത്തു വരുമല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ അവിശ്വസിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചിരുന്നത്. അപ്പോഴും ശാരദാമ്മയെ അങ്ങനെ അവിശ്വസിച്ച് അവർ പരസ്പരം സംസാരിക്കുമ്പോൾ അവിടെ ലോഡ്ജിലുണ്ടായിരുന്ന പ്രകാശിന്റെയും ചന്ദ്രയുടെ മനസ്സിലാകെ വല്ലാത്ത ടെൻഷനായിരുന്നു. ഇനി എത്ര നേരം ഇങ്ങനെ ഇരിക്കണം പ്രകാശെ എന്ന് സംശയത്തോടെ ചോദിക്കുന്ന ചന്ദ്രയോട് പ്രകാശ് പറഞ്ഞു, എൻ്റെ ചന്ദ്ര, ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് നിന്റെ ചേട്ടൻ ശിവേട്ടനല്ലേ? ശിവേട്ടൻ പറയുന്നത് പോലെ ചെയ്യാം, അല്ലാതെ മറ്റൊന്നിനും യാതൊരു പ്രാധാന്യം ഇവിടെ ഇല്ലല്ലോ. ഇവിടെ തൊട്ടപ്പുറത്ത് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എനിക്ക് അവിടെ തങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പ്രകാശ് അറിയിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ശിവൻ അവർക്കുള്ള ഭക്ഷണവുമായിട്ടെത്തി. വാതിൽ വന്ന് മുട്ടിയതും പ്രകാശ് വാതിലരികിലേക്ക് ചേർന്നിട്ട് ആരായെന്ന് ചോദിച്ചു. ഞാനാ ശിവൻ എന്ന് പറഞ്ഞതും പതിയെ പ്രകാശ് വാതിൽ തുറന്നപ്പോൾ അവർക്കുള്ള ഫുഡുമായിട്ട് ശിവൻ അകത്തേക്ക് കയറി ചെന്നു. വാതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞതും ശിവൻ ചോദിച്ചു, എന്തു പറ്റി, എന്താ നിങ്ങൾക്ക് പ്രശ്നം? അപ്പോഴേക്കും ഉടനെ തന്നെ ശിവൻ പറഞ്ഞു, അതെ, ഞാനിപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തിന് തയ്യാറെടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അച്ഛനുമായിട്ടൊരു ഏറ്റുമുട്ടൽ പോലും എനിക്ക് നടത്തേണ്ടി വന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ഇപ്പോഴും പിടിവാശിയിൽ തന്നെയാണ്. നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങളെ തീർത്ത് കളയുക എന്നുള്ള ചിന്താഗതിയോടെയാണ് അച്ഛൻ നീങ്ങുന്നത്. അപ്പോഴാണ് ചന്ദ്ര ചോദിച്ചത്, ഏട്ടാ അമ്മ എന്ത് പറയുന്നു എന്ന ചന്ദ്രയുടെ ചോദ്യം കേട്ട് വിഷമത്തോടെ ശിവൻ പറഞ്ഞു, ആ പാവം എന്ത് ചെയ്യാനാണ്? നിന്നെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ട്, അല്ലാതെ ആ പാവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിന്റെ ഈ അവസ്ഥ ഓർത്ത് വല്ലാത്ത വിഷമമുണ്ട് അമ്മയ്ക്ക്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ടത്. ഇന്ന് ഈ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങളിവിടെ നിൽക്കാൻ. ഒരു കാരണവശാലും വെറുതെ പുറത്തിറങ്ങി നടക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളെ അന്വേഷിച്ച് അച്ഛൻ്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ടെന്നുള്ള കാര്യം ശിവൻ അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന പ്രകാശം ചന്ദ്രയും ഉറപ്പു നൽകി. അതിനുശേഷമാണ് രേഷ്മ വിഷ്ണുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്തിരിക്കുന്ന ആ ഹോസ്പിറ്റലുകൾ മധുരയിൽ നിന്നും കണ്ടെത്തി അതിന്റെ നാട്ടിലുള്ള ഹോസ്പിറ്റൽ തേടിയെത്തിയത്. അതിൽ പ്രധാനമായും വിഷ്ണുവിന്റെ ഹാർട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ആർക്കാണെന്നും വിഷ്ണുവിന്റെ ഹാർട്ട് ആരാണ് വാങ്ങിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ആ ഹാർട്ട് കൊടുത്തിരിക്കുന്നത് എന്നറിയണം. അത് മാത്രമായിരുന്നു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അയാളെങ്കിലും തനിക്ക് കാണിച്ചു തരുമോ എന്ന ശാലിനിയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ടായിരുന്നു രേഷ്മയുടെ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ രേഷ്മ നാട്ടിലെ ആ ഹോസ്പിറ്റലിൽ കണ്ടെത്തി. അവിടെ രേഷ്മയ്ക്ക് പരിചയമുള്ള ഒരാളിലൂടെ അയാളുടെ സഹോദരിയെ, അവിടുത്തെ നേഴ്സായി വർക്ക് ചെയ്യുന്ന സഹോദരിയുടെ അരികിലേക്ക് എത്തുന്നു. അവരെ ഫോൺ ചെയ്ത് നേരെ റിസപ്ഷനിലേക്ക് എത്തുന്ന രേഷ്മയ്ക്ക് അരികിലേക്ക് അവരെത്തിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ ഡോക്ടറെ ഒരു കൺസൾട്ടേഷൻ, ഡോക്ടറെ കാണാനുള്ള അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. പക്ഷേ ബാക്കിയൊക്കെ നേരിട്ട് ഡോക്ടറോട് സംസാരിച്ചോണം. ഡോക്ടറെ കാണാനുള്ള അവസരം ഞാൻ ഒരുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതുമാത്രം മതിയെന്നും ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ ഡോക്ടറോട് സംസാരിച്ചോളാം എന്നും രേഷ്മ ഉറപ്പ് നൽകി. അങ്ങനെ രേഷ്മ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ നേഴ്സ് രേഷ്മയും ഡോക്ടറും തമ്മിൽ കാണുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നതും രേഷ്മ പറഞ്ഞു, സർ, ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്ന്
ഒരു മധുരയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് ഒരു ഹാർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. മസ്തിഷ്ക മരണം സംഭവിച്ച വിഷ്ണു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെതായിരുന്നു ആ ഹാർട്ട്. ഇപ്പോ ആ ഹാർട്ട് സ്വീകരിച്ച ആളെ ആരാണെന്ന് ഒന്നറിയാനൊരു ആഗ്രഹമുണ്ട് അയാളുടെ വൈഫിന്. ഈ അടുത്ത കാലത്താണ് അയാൾ മരണപ്പെട്ട വിവരം അയാളുടെ വൈഫ് അറിയാനിടയായത്. അയാളുടെ അവയവങ്ങൾ ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ആ ഹാർട്ട് ആർക്കാണ് കിട്ടിയിരിക്കുന്നതെന്നും എന്ന് അറിയാനൊരു ആഗ്രഹം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും അത് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഇവിടെ അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സുഹൃത്തിൻ്റെതുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം, അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് ഡോണറിനെയോ അത് സ്വീകരിച്ച ആളുടെയോ കുടുംബത്തെയോ ഒന്നും ഒരിക്കലും പരസ്പരം ഒരു ഡോക്ടർമാരും പരിചയപ്പെടുത്തുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഹാർട്ട് പോലെയുള്ള അവയവങ്ങൾ, അത് കാരണം ചിലപ്പോൾ പിന്നീട് ആർക്കാണോ അത് കൊടുത്തത്, ആരാണോ സ്വീകരിച്ചത്, അവരുമായിട്ട് പിന്നീട് വൈകാരിക ഒരു ബന്ധമുണ്ടായാൽ അത് പിന്നെ മറ്റുള്ളവർക്ക് പലർക്കും അത് മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇത് ആരാണ് നൽകുന്നതെന്നും ആരാണ് സ്വീകരിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒരാൾക്കും ഷെയർ ചെയ്യാറില്ല. അത് രണ്ടുപേർക്കും ഇന്നേ വരെ ഷെയർ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. ഒരു കാരണവശാലും ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് രേഷ്മയെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഡോക്ടറോട് കൂടുതൽ കേണ് ചോദിച്ചിട്ടും ഡോക്ടർ അനുകൂലമായ ഒരു മറുപടി നൽകാത്തതിൽ വിഷമത്തോടെ രേഷ്മ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നേഴ്സ് വന്ന് എന്തായി, ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള സമീപനമല്ല എന്നും ഡോക്ടർ തരാൻ സാധിക്കില്ല എന്നാണ് തന്നോട് അറിയിച്ചതെന്നും പറഞ്ഞു. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, തൽക്കാലം രേഷ്മ പോയിക്കോളൂ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നേഴ്സ് തൽക്കാലത്തേക്ക് രേഷ്മയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നു. അതിനുശേഷമാണ് ഡോക്ടർ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അന്ന് ശിവന്റെ ഹാർട്ട് മാറ്റി വെക്കണമെന്നുള്ള തീരുമാനമെടുത്തപ്പോൾ ശിവന്റെ ഹാർട്ടിനെ കുറിച്ചുള്ള അന്നത്തെ സിറ്റുവേഷനെ കുറിച്ച് മഹേന്ദ്രനോട് പങ്കുവെച്ചപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഇക്കാര്യം ശിവൻ അറിയാൻ പാടില്ല എന്നതായിരുന്നു. പക്ഷേ ഇവിടെ പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനാവില്ല എന്ന് ഡോക്ടർ നിർബന്ധപൂർവ്വം പറയുമ്പോൾ മഹേന്ദ്രൻ അറിയിച്ചത്, അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു ജീവിതം തനിക്ക് വേണ്ട എന്നായിരിക്കും അവൻ തീരുമാനിക്കുക. പിന്നീടുള്ള ജീവിതം തനിക്ക് ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് ശിവൻ എത്തും. അതുകൊണ്ടാണ് താൻ അത് വേണ്ട എന്ന് പറയുന്നതെന്ന് മഹേന്ദ്രൻ ഓർമ്മിപ്പിച്ചത് ഡോക്ടർ ഓർത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രേഷ്മ വന്ന് പറഞ്ഞ ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുത്താൽ തന്നെ, അതിനെ അനുകൂലിച്ചാൽ അത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുമെന്നതിനാൽ ഡോക്ടർ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേന്ദ്രൻ തന്റെ മകളെ കാണുവാനില്ല എന്നും മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് പ്രകാശ് എന്ന് പറയുന്ന കളക്ടർ ശാലിനിയുടെ ദത്തുപുത്രൻ മാനസപുത്രന്റെ പുത്രനാണ് എന്നും കൂടി പരാതിപ്പെട്ടുകൊണ്ട് റസാഖ് CI റസാഖിന്റെ മുന്നിലേക്ക് പരാതിയുമായി മഹേന്ദ്രൻ എത്തിയിരിക്കുകയാണ്. അത് കേട്ടതും റസാഖ് ചോദിച്ചു, അല്ല, ഈ പെൺകുട്ടിക്ക് ഈ ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ട് എന്ന് ശരി തന്നെ, പക്ഷേ അവർ തമ്മിലുള്ള വിവാഹത്തിന് അനുകൂലിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അതുപോലെ ഒരു പുറമ്പോക്കിൽ കിടക്കുന്ന ഒരുത്തനെ ഒരിക്കലും എനിക്ക് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കില്ല. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. മാത്രമല്ല, അവന് ഇനി എത്ര വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, ഡോക്ടറല്ല മറ്റേത് ജോലിക്കാരനാണെന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരാൾക്ക് ഒരു കാരണവശാലും എന്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കില്ല. അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അധിക ദിവസങ്ങളില്ല. അവരിക്കാര്യം അറിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ എന്തായാലും സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, റസാഖ് ഞങ്ങളെ സഹായിക്കണം എന്നതായിരുന്നു മഹേന്ദ്രന്റെ ആവശ്യം. CSRന്റെ പേര് വിളിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ റസാഖ് പറഞ്ഞു, ഞാൻ ശിവനും ഒരു ക്ലാസ്മേറ്റ് തന്നെയാണ്, ഒരേ കോളേജ് മേറ്റ് ആണ്. പക്ഷേ അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യകതയില്ലല്ലോ. അല്ല, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നത് ശരി തന്നെ, അവര് പ്രായപൂർത്തിയായവരല്ലേ, അപ്പൊ അവരൊന്നിച്ച് ജീവിക്കുന്നതിൽ എന്ത് നിയമ തടസ്സമാണുള്ളത് എന്ന് ചോദിച്ചപ്പോ അത് കേട്ട മഹേന്ദ്രൻ പറഞ്ഞു, അതെ, അച്ഛനമ്മമാര് കുട്ടികളെ വളർത്തി വലുതാക്കി അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അതുവരെ അവരെ ഇത്രയും നാളും വളർത്തിയ അച്ഛനമ്മമാർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നത്, അത് അവിടെ മാത്രം ഈ കോടതി വന്ന് ഇടപെടുന്നത് എന്തിനാണ് എന്നതായിരുന്നു മഹേന്ദ്രന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ മോളെ ആര് വിവാഹം കഴിക്കണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും മഹേന്ദ്രൻ അറിയിച്ചു. ഇനി അതല്ല, അവളുടെ തന്നിഷ്ടത്തിനാ പോകാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ പിന്നെ രണ്ടുപേരും പിന്നീട് ജീവനോടെ ഉണ്ടാവില്ല എന്ന തീരുമാനത്തിലാണ് താൻ നിൽക്കുന്നതെന്ന് മഹേന്ദ്രൻ അറിയിക്കുമ്പോൾ അത് കേട്ട CA പറഞ്ഞു, ശരി, ഞാൻ അവരെ കണ്ടെത്താം, പക്ഷെ അവരുടെ തീരുമാനം എന്താണെന്ന് അതിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന രീതിയിൽ
റസാഖ് സംസാരിക്കുമ്പോൾ ശിവന്റെ സ്വഭാവവും ഇതുപോലെ തന്നെ ആയിരുന്നുവെന്നും എന്തിനും എടുത്തുചാട്ടമാണ് അവന് എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞപ്പോ സാറിന് തെറ്റിയതാ. ശിവൻ അങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്നതായിരുന്നു മഹേന്ദ്രന്റെ അപ്പോഴുള്ള വെളിപ്പെടുത്തൽ. അത് കേട്ടതോടെ റസാഖിന് മഹേന്ദ്രനും ശിവനും തമ്മിലുള്ള അവരുടെ പരസ്പരമായിട്ടുള്ള വെറുപ്പിനെ കുറിച്ചും അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള സത്യം തിരിച്ചറിയുന്നു.